പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ പി ബി ജിജീഷ്, ജസ്റ്റ് റൈസിലേക്ക് സ്വാഗതം. ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്. 2025 ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ജുഡീഷ്യറി ആകെ ഒറ്റയടിക്ക് തകർന്നു വീണ വർഷമൊന്നുമല്ല 2025. പക്ഷേ നിർണായകമായ ചില മാറ്റങ്ങൾ ദൃശ്യമായ വർഷമാണ് താനും. നീതിന്യായ സംവിധാനത്തിൽ നിസ്സംഗത നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു വർഷമാണിത് എന്ന് പറയാം. ഈ വർഷവും കോടതി അവിശ്രാന്തം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കേസുകൾ പരിഗണിച്ചു, ഇടക്കാല വിധികളുണ്ടായി, കമ്മിറ്റികൾ രൂപീകരിച്ചു, ചില ഹൈക്കോടതി വിധികൾ റദ്ദ് ചെയ്തു. ചിലപ്പോഴൊക്കെ സ്വന്തം തെറ്റുകൾ തന്നെ സുപ്രീം കോടതി തിരുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതിനൊക്കെ അപ്പുറം നിശബ്ദമായൊരു മാറ്റം കോടതിക്ക് സംഭവിച്ചിരിക്കുന്നു. കോടതി പ്രവർത്തിച്ചത് ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നതിലുപരി നടപടിക്രമങ്ങളുടെ പരിശോധകൻ എന്ന നിലയിലാണ്. പലപ്പോഴും ഭരണകൂടത്തെയോ അധികാര വ്യവസ്ഥയെയോ നേരിട്ട് അഭിമുഖീകരിക്കാതെ വളരെ ശ്രദ്ധിച്ച് സംയമനത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ശൈലി രൂപീകരിച്ചു. നിയമപരിശോധനയ്ക്ക് മാധ്യസ്ഥം വഹിക്കുന്ന നിഷ്ക്രിയമായ സംവിധാനമായിട്ടല്ല ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ കോടതികളെ വിഭാവനം ചെയ്തത്. അധികാര വ്യവസ്ഥയ്ക്കെതിരെ ധാർമ്മിക സ്ഥൈര്യത്തോടെ തല ഉയർത്തി നിന്ന് ജനാധിപത്യത്തെ പ്രതിരോധിക്കുന്ന സ്ഥാപനമായാണ് സുപ്രീം കോടതി ഭരണഘടനയുടെ ഭാഗമാകുന്നത്. ഭരണഘടനാ ധാർമ്മികത അങ്ങനെ വെള്ളവും വെളിച്ചവുമുള്ള എല്ലായിടത്തും വെറുതെ അങ്ങ് വളരുന്നതല്ല, നമ്മൾ വളരെ ജാഗ്രതയോടെ പരിപാലിച്ച് വളർത്തേണ്ടതാണ് എന്ന് ഡോക്ടർ അംബേദ്കർ എഴുതിയിട്ടുണ്ട്. ആ ജാഗ്രത ദൗർഭാഗ്യവശാൽ കൈമോശം വന്ന വർഷമാണ് 2025. അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നും നമുക്ക് തുടങ്ങാം. നമ്മുടെ ഭരണഘടന നിഷ്പക്ഷമായ ഒരു നിയമ കൈപ്പുസ്തകമല്ല. കൊളോണിയൽ ചൂഷണത്തിൻ്റെയും ജാതീയമായ അടിച്ചമർത്തലുകളുടെയും സമൂഹത്തിൽ ആഴത്തിൽ പതിഞ്ഞ അസമത്വത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നും രൂപം കൊണ്ട മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു മാർഗരേഖയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 14, 15, 17, 19, 21 തുടങ്ങിയവയൊക്കെ അവകാശങ്ങൾ മാത്രമല്ല, സാമൂഹിക പുനർനിർമ്മിതിക്കുള്ള ഉപകരണങ്ങൾ കൂടിയാണ്. അംബേദ്കർ മുന്നോട്ട് വച്ച ഭരണഘടനാ പദ്ധതി രക്തരഹിതമായ വിപ്ലവമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എല്ലാവരും തുല്യരാണെന്ന യാന്ത്രിക കാഴ്ചപ്പാടിനപ്പുറം സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന യഥാർത്ഥ സമത്വം, സബ്സ്റ്റാൻറ്റീവ് ഇക്വാളിറ്റി, ഭൂരിപക്ഷ ഏകാധിപത്യത്തിനെതിരെയുള്ള ജാഗ്രത, ജുഡീഷ്യറിയുടെ ധൈര്യം എന്നിവ ആ ലക്ഷ്യത്തിലെത്തുന്നതിന് അനിവാര്യമാണ്. ഈ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് 2025 സുപ്രീം കോടതിയെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട വിധികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവസാന കാലത്ത് തന്ന ചില വിധികളിൽ നിന്ന് തുടങ്ങാം. 2025 വെക്കേഷന് തൊട്ട് മുൻപ് സുപ്രീം കോടതി സ്വമേധയാ നടത്തിയ ഒരു ഇടപെടലിലൂടെ അരാവല്ലി മലനിരകൾക്ക് 100 മീറ്റർ ഉയരം എന്ന നിർവചനം നൽകിയ കഴിഞ്ഞ മാസത്തെ സുപ്രീം കോടതി വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. അരാവല്ലി മലനിരകളുടെ നിർവചനം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുവാൻ പുതിയൊരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിക്കുവാനും തീരുമാനമായി. ഈ വിധി ഗുണകരമായ ഫലമുണ്ടാക്കും എന്ന അർത്ഥത്തിൽ പാരിസ്ഥിതിക പ്രവർത്തകർ സ്വാഗതം ചെയ്തു. കാരണം നവംബർ മാസത്തിലെ ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ചിൻ്റെ വിധി ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള അരാവല്ലി മേഖലയുടെ സർവനാശത്തിന് വഴിവെക്കുമായിരുന്നു. എന്നിരുന്നാലും നിയമവാഴ്ചയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ കോടതി നടപടികൾ ഏറെ ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് നരേറ്റീവ്സോ കാരണം പരമോന്നത നീതിപീഠം സ്വന്തം വിധികൾ ഇത്ര വേഗത്തിൽ ഇത്ര എളുപ്പത്തിൽ പിൻവലിക്കുകയും പുനഃപരിശോധിക്കുകയും ചെയ്യുമെന്നത് കോടതി വിധികളുടെ അന്തിമത്വത്തെയും അനിവാര്യമായ അച്ചടക്കത്തെയും അട്ടിമറിക്കുകയാണ് ചെയ്യുക. ഉന്നാവോ കൂട്ടബലാത്സംഗ കേസിൽ BJP നേതാവ് കുൽദീപ് സിംഗ് സെങ്കാറിൻ്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തതാണ് 2025 അവസാനിക്കുമ്പോൾ സുപ്രീം കോടതി നടത്തിയ മറ്റൊരു സുപ്രധാന ഇടപെടൽ. ഇരകൾക്ക് ജുഡീഷ്യൽ സംവിധാനത്തിലുള്ള വിശ്വാസം പരിപൂർണമായും ഇല്ലാതാക്കുന്ന അതീവ സാങ്കേതികമായ നിയമയുക്തി ഉപയോഗിച്ച ഡൽഹി ഹൈക്കോടതി വിധി പെട്ടെന്ന് തന്നെ സ്റ്റേ ചെയ്തത് ആശ്വാസ്യകരമായ ഒരു വാർത്തയായിരുന്നു. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ന്യൂനപക്ഷ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നതിന് തെളിവായിരുന്നു വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികളിലെ നടപടി. അടിസ്ഥാനപരമായി ഭരണഘടനയുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു കേസായിരുന്നിട്ടും അതിൻ്റെ വേരുകളിലേക്ക് കടക്കാതെ ഏതാനും ചില വകുപ്പുകൾ മാത്രം സ്റ്റേ ചെയ്തുകൊണ്ട് താൽക്കാലികമായി തടയുകയാണ് കോടതി ചെയ്തത്.
തുടർന്ന് ഈ വിഷയം ഇതുവരെ അന്തിമവാദത്തിന് എടുക്കാനും കോടതി തയ്യാറായിട്ടില്ല. വഖഫ് ബോർഡിൽ ഇതര മതക്കാരുടെ എണ്ണം 4 പരിമിതപ്പെടുത്തി. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ചവർക്ക് മാത്രമേ വഖഫ് രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന വകുപ്പ് താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഇതിൽ 5 വർഷത്തെ സമയപരിധിക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത് 5 വർഷം മുസ്ലിം ആയിരുന്നുവെന്ന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം സംസ്ഥാന ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാണ്. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിനു മേലുള്ള ഒരു മനുഷ്യൻ്റെ സ്വയം നിർണയാധികാരത്തെയാണ് നിയമം ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ വിശ്വാസത്തെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട്, ഒരു സംവിധാനം രൂപീകരിച്ചുകൊണ്ട് ഭരണകൂടം വിലയിടുക എന്ന വിഷയം കൂടി ഇതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അടിസ്ഥാന അവകാശങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ്. എന്നിട്ടും കോടതി അതിനെ ഒരു നടപടിക്രമങ്ങളുടെ പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉപയോഗത്തിലൂടെയുള്ള വഖഫ് അഥവാ വഖഫ് ബൈ യൂസർ ഇല്ലാതാക്കിയതുൾപ്പെടെയുള്ള ഭേദഗതിക്കെതിരെ കോടതി മൗനം പാലിക്കുന്നു. ഈ നിയമ ഭേദഗതിയുടെ രാഷ്ട്രീയ, സാമൂഹിക, ചരിത്ര പശ്ചാത്തലം തമസ്കരിച്ചുകൊണ്ട്, അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങളെ അവഗണിച്ചുകൊണ്ട് കേവലം ഭരണനിർവഹണ പ്രശ്നമായി ഇതിനെ ലഘൂകരിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. 2025 സുപ്രീം കോടതിയെ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്താൻ കഴിയുക ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തിയ സുപ്രീം കോടതി വിധി സംബന്ധിച്ച ഭരണഘടനയുടെ അനുച്ഛേദം 143 പ്രകാരമുള്ള രാഷ്ട്രപതിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലൂടെയായിരിക്കും. 2025 മെയ് മാസത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് സമർപ്പിച്ച ഹർജിയിൽ ഭരണഘടനയുടെ അനുച്ഛേദം 200, 201 എന്നിവ വ്യാഖ്യാനിച്ച് ഗവർണർക്കോ രാഷ്ട്രപതിക്കോ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിനു മേൽ അനന്തകാലം അടയിരിക്കാനാവില്ലെന്ന് വിധി എഴുതുകയും രാഷ്ട്രപതിക്കും ഗവർണർക്കും തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ദീർഘകാലമായി ഗവർണർ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്ന ചില ബില്ലുകൾ സുപ്രീം കോടതിക്ക് അനുച്ഛേദം 142 നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് അനുമതി നൽകിയതായി കണക്കാക്കാമെന്ന തീരുമാനവും കോടതിയെടുത്തു. ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ഉപദേശം തേടുകയാണ്. സുപ്രീം കോടതി വിധി പറഞ്ഞ ഒരു കാര്യത്തിൽ പിന്നീട് അഭിപ്രായം ഉന്നയിക്കേണ്ടതുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി രാജ്യത്തെ നിയമമാണ്. ഈ ഉപദേശം പറയാൻ പോകുന്ന ബെഞ്ചിനും അത് ബാധകമാണ്. അനുച്ഛേദം 143 മുഖേനയുള്ള അഭിപ്രായത്തിന് ഉപദേശക സ്വഭാവം മാത്രമാണുള്ളത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പോലെ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയേണ്ടതുണ്ടോ എന്ന പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അവഗണിച്ച് മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള ഉപദേശക ബെഞ്ച് കാര്യങ്ങൾ പുനഃപരിശോധിക്കുകയാണ് ഉണ്ടായത്. ഗവൺമെൻറ്റിൻ്റെ ചോദ്യങ്ങളിൽ ഫലത്തിൽ തീർപ്പ് കൽപ്പിച്ച നിയമപ്രശ്നങ്ങളുടെ പുനഃപരിശോധനയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വാസ്തവം അങ്ങനെയാണെങ്കിലും വിധി തിരുത്താനോ പിൻവലിക്കാനോ മാറ്റി നിർത്താനോ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന കുയുക്തിയാണ് കോടതി ഉപദേശത്തിന് ന്യായീകരണമായി കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ നാളെ പാർലമെൻറ്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, അങ്ങനെ ഒരു അഭിപ്രായം തേടിയാൽ കേശവാനന്ദ ഭാരതി കേസിലെ വിധി മറികടക്കാൻ കഴിയുമെന്ന് വരില്ലേ? ജുഡീഷ്യൽ അച്ചടക്കത്തെയും കോടതി വിധികളുടെ അന്തിമത്വത്തെയും അട്ടിമറിക്കുകയാണ് ഈ റഫറൻസ്. ഗവൺമെൻറ്റുകൾക്ക് സാധാരണഗതിയിൽ എല്ലാ പൗരന്മാർക്കും ലഭ്യമായ റിവ്യൂ, ക്യൂറേറ്റീവ് പെറ്റീഷനുകൾക്ക് പുറമേ തങ്ങൾക്കിഷ്ടമല്ലാത്ത കോടതി വിധികളെ അട്ടിമറിക്കുന്നതിന് പുതിയൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഏത് കേസിലും വിശാല ബെഞ്ച് രൂപീകരിച്ച് വിധികളെ ഇങ്ങനെ എളുപ്പത്തിൽ പുനഃപരിശോധിക്കാം എന്ന് വരുന്നു. ഡോക്ടർ അംബേദ്കർ ഏറ്റവും കൂടുതൽ വിലമതിച്ച മൂല്യങ്ങളിലൊന്ന് ഭരണഘടനയിൽ സംരക്ഷിക്കപ്പെടുന്ന ഫെഡറലിസമാണ്. അംബേദ്കറൈറ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വിധിയിലൂടെ നമ്മൾ കണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭയുടെയും ക്യാബിനറ്റിൻ്റെയും ഉപദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഭരണഘടനാപരമായ തലവൻ മാത്രമാണ് ഗവർണർ, അല്ലാതെ ഒരു സമാന്തര ഭരണകൂടമല്ല. ഇത്തരത്തിൽ ഫെഡറൽ സംവിധാനത്തെ ഉയർത്തിപ്പിടിച്ച ഒരു കോടതി വിധിയെ കേട്ടുകേൾവിയില്ലാത്ത നടപടിക്രമങ്ങളിലൂടെ ഫലത്തിൽ റദ്ദ് ചെയ്ത നടപടി ഭരണഘടനാ കോടതികൾ ഭരണകൂട കോടതികളായി മാറിയിരിക്കുന്നു എന്ന ആക്ഷേപത്തെ ശരിവയ്ക്കുന്നതാണ്. സമഗ്രമായ വാദവിചാരങ്ങൾക്ക് ശേഷം പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെക്കുറിച്ച് അഭിപ്രായം പറയുവാനും വിമർശിക്കുവാനും തയ്യാറാവുക വഴി
നാളിതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കമാണ് സൃഷ്ടിക്കപ്പെട്ടത്. കോടതിയുടെ ആഭ്യന്തര അച്ചടക്കത്തെയും അക്കൗണ്ടബിലിറ്റിയെയും പരീക്ഷണ വിധേയമാക്കിയ ചില സംഭവങ്ങളും ഈ വർഷമുണ്ടായി. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും നോട്ട് കെട്ടുകൾ കണ്ടെടുത്തത് സംബന്ധിച്ച് വിവാദവും അന്വേഷണവും ന്യായാധിപരുടെ വ്യക്തിപരമായ ഗുണഗണങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഒരു വ്യവസ്ഥിതി എന്ന നിലയിൽ ജുഡീഷ്യറിയുടെ ആകെ സുതാര്യതയ്ക്കും വിശ്വാസ്യതയ്ക്കും കളങ്കം ചാർത്തി. സുപ്രീം കോടതി പത്രക്കുറിപ്പുകൾ നൽകുകയും ഒരു വീഡിയോ പുറത്തുവിടുകയും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും അതുവരെ ജസ്റ്റിസ് വർമ്മയെ ജുഡീഷ്യൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തെങ്കിലും ഈ നടപടിക്രമങ്ങളെല്ലാം സുതാര്യതയും നിയമപരമായ വ്യക്തതയും ഇല്ലാത്തതായിരുന്നു. പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളായിരുന്നില്ല ഇതൊന്നും. ആരോപണങ്ങൾ അവസാനിക്കാത്ത കൊളീജിയം സംവിധാനത്തിൻ്റെ കുപ്രസക്തി ഈ വർഷവും തുടർന്നു. 1993 സെക്കൻഡ് ജഡ്ജസ് കേസിലൂടെയാണ് ഭരണഘടനാ കോടതികളിലേക്കുള്ള ന്യായാധിപ നിയമനത്തിന് കൊളീജിയം സംവിധാനം രൂപീകൃതമാവുന്നത്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നതിനും ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും തുടർന്ന് അങ്ങോട്ട് സുതാര്യതയില്ലായ്മയും സ്വജനപക്ഷപാതവും ഭരണകൂടത്തിൻ്റെ രഹസ്യ ഇടപെടലുകളും കൊളീജിയം പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുന്നതായി നമ്മൾ കണ്ടു. ജസ്റ്റിസ് ഗവായിയുടെ കാലഘട്ടത്തിൽ കൊളീജിയം അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിച്ചേർന്നുവെന്ന് ഭരണഘടനാ വിദഗ്ധനായ ഗൗതം ഭാട്ടിയ എഴുതുന്നു. ചീഫ് ഇൻ ഈസ് ചീഫ്ഡം എന്നാണ് അദ്ദേഹം നടത്തിയ പ്രയോഗം. ബോംബെ ഹൈക്കോടതി ന്യായാധിപ നിയമനവുമായി ബന്ധപ്പെട്ടാണ് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു ആരോപണം ഉയർന്നു വന്നത്. ജസ്റ്റിസ് ഗവായിയുടെ വളരെ അടുത്ത ബന്ധുവായ മരുമകൻ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രാജ് ദാമോദർ വക്കോഡയെ ഹൈക്കോടതി ജഡ്ജിയാക്കുന്നതിനുള്ള കൊളീജിയം ശുപാർശയായിരുന്നു അത്. ഗവൺമെൻറ് ആകട്ടെ അത്ഭുതകരമായ വേഗതയിൽ നാമനിർദ്ദേശം അംഗീകരിക്കുകയും ഉടൻ തന്നെ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും മാസങ്ങളോളമോ വർഷങ്ങളോളമോ വച്ചു താമസിപ്പിക്കുന്ന എക്സിക്യൂട്ടീവാണ് ഇക്കാര്യത്തിൽ ദ്രുതഗതിയിൽ തീരുമാനമെടുത്തത്. നിയമന ശുപാർശ അംഗീകരിച്ച കൊളീജിയം മീറ്റിങ്ങിൽ ജസ്റ്റിസ് ഗവായി പങ്കെടുത്തിരുന്നില്ലെങ്കിലും കൊളീജിയം അധ്യക്ഷൻ അദ്ദേഹമാണ് എന്ന കാര്യം നിഷേധിക്കാനാവില്ല. അതുമാത്രമല്ല, അദ്ദേഹം സേവനമനുഷ്ഠിച്ച ബോംബെ ഹൈക്കോടതി, പ്രത്യേകിച്ചും അതിൻ്റെ നാഗ്പൂർ ബെഞ്ചിൽ നിന്ന് അനുപാതരഹിതമായ തരത്തിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. മുതിർന്ന പലരെയും വനിതാ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ മറികടന്നാണ് പ്രസ്തുത ഹൈക്കോടതിയിൽ നിന്നും നിയമനങ്ങൾ നടന്നത്. അവഗണിക്കപ്പെട്ട ജസ്റ്റിസ് രേവതി മോഹിത് ദേരെ നിശ്ചയമായും സുപ്രീം കോടതിയിൽ എത്തേണ്ടതായിരുന്നുവെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് എഴുതുന്നുണ്ട്. ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തിയ കൊളീജിയം നടപടിയാണ് അധപതനത്തിൻ്റെ മറ്റൊരു ഉദാഹരണം. അദ്ദേഹം സീനിയോറിറ്റിയിൽ 57-മനായിരുന്നുവെന്ന് സുപ്രീം കോർട്ട് ഒബ്സർവർ ചൂണ്ടിക്കാണിക്കുന്നു. കോടതിയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെ സഹായിക്കുമായിരുന്ന 3 വനിതാ ജഡ്ജിമാരെ ഉൾപ്പെടെ മറികടന്നാണ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നുമുള്ള അദ്ദേഹത്തെ നിയമിച്ചത്. ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും പറ്റ്നയിലേക്ക് സ്ഥലം മാറ്റിയ ഉടനെയായിരുന്നു ഈ നിയമനം. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലെ ഏക വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് BV നാഗരത്ന കൊളീജിയം മീറ്റിങ്ങിൽ ഔദ്യോഗികമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിയമനം കോടതിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുമെന്നായിരുന്നു അഭിപ്രായം. എന്നാൽ കൊളീജിയം അത് അവഗണിക്കുകയാണുണ്ടായത്. ശുപാർശ ചെയ്ത് 2 ദിവസത്തിനകം യൂണിയൻ ഗവൺമെൻറ് ആ ഫയൽ അംഗീകരിച്ചു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിലെ സുപ്രീം കോടതിയിലെ സീനിയോറിറ്റി പരിശോധിച്ചാൽ 2031 ചീഫ് ജസ്റ്റിസ് ആകേണ്ടയാളാണ് ജസ്റ്റിസ് പഞ്ചോളി. ഇതിനെ ഒരു വ്യവസ്ഥിതിയുടെ തകർച്ചയെന്നാണ് ഇന്ദിര ജയ്സിംഗ് വിശേഷിപ്പിക്കുന്നത്. ഭരണകൂടത്തിന് താൽപ്പര്യമുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് നടന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ജുഡീഷ്യറിയിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളെ തുറന്നു കാണിക്കുന്നതായിരുന്നു മലയാളി കൂടിയായ ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ ട്രാൻസ്ഫർ. ഭരണഘടനാപരമായ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുന്ന ന്യായാധിപൻ എന്ന് പേരുകേട്ട ജസ്റ്റിസ് അതുൽ തൻ്റെ മകൻ അഭിഭാഷക വൃത്തി ആരംഭിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീരിലേക്ക് സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങിയ വ്യക്തിയാണ്. പിന്നീട് മധ്യപ്രദേശ് ഹൈക്കോടതിയിലേക്ക് എത്തിയ അദ്ദേഹത്തെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റുവാൻ സുപ്രീം കോടതി കൊളീജിയം നിർദ്ദേശിച്ചു. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യപ്രകാരം അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊളീജിയം തീരുമാനമെടുത്തു. പ്രമേയത്തിൽ തന്നെ പുനഃപരിശോധിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ജസ്റ്റിസ് അതുൽ ശ്രീധരനെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിക്ക് പകരം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുവാൻ നിർദ്ദേശിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുരുപദ്രവകരമായ ഒരു ബ്യൂറോക്രാറ്റിക് നടപടിയാണ് ഇതെന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. ഇത് അപകടകരമായ ഒരു കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുന്നത്. അലഹബാദിൽ
അദ്ദേഹം സീനിയോറിറ്റി പ്രകാരം 7-മനാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ 2-മനായിരുന്നു. ഛത്തീസ്ഗഡിൽ 3-മനും. ഛത്തീസ്ഗഡിൽ നിന്ന് അലഹബാദിലേക്ക് സ്ഥലം മാറ്റിയതോടെ അദ്ദേഹത്തിന് ഹൈക്കോടതി കൊളീജിയത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടു. പൗരാവകാശങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ചേർത്തു പിടിച്ചിരുന്ന ഒരു ന്യായാധിപന് ജുഡീഷ്യറിയിൽ ഭരണപരമായ സ്വാധീനം ഉണ്ടായിരിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നടപടിയായി മാറി ഇത്. 2025 ചീഫ് ജസ്റ്റിസുമാരെക്കുറിച്ചും കൂടി പരാമർശിച്ചു പോകേണ്ടതുണ്ട്. ആദ്യമായി ഉണ്ടായിരുന്നത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ആധാർ കേസിലെ വിയോജന വിധിന്യായവും ശബരിമല കേസിലെ വിധിയും ഉൾപ്പെടെ ഭരണഘടനയുടെ പരിണാമാത്മക സ്വഭാവം ഉയർത്തിപ്പിടിച്ച് നിരവധി ഇടപെടലുകൾ നടത്തുകയും പ്രഭാഷണങ്ങളിലും പൊതു ഇടങ്ങളിലുമെല്ലാം ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് വാചാലനാവുകയും ചെയ്ത ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ കാലഘട്ടത്തെ പ്രതീക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത്. കൊളീജിയം പ്രവർത്തനത്തിൻ്റെ സുതാര്യത സംബന്ധിച്ച ചില ഇടപെടലുകളൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷയും നൽകിയിരുന്നു. അങ്ങനെ പ്രതീക്ഷകൾ നൽകിയതിന് ശേഷം ഏറ്റവും മോശം പ്രതിച്ഛായ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസുമാർക്കൊപ്പം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ പതിവ് പോലെ നടപടി സ്വീകരിക്കാതിരിക്കുകയും സുപ്രീം കോടതി ബെഞ്ചുകൾ രൂപീകരിക്കുന്നതിലെ പക്ഷപാതിത്വങ്ങൾ തുടരുകയും ചെയ്യുന്നതായുള്ള ആക്ഷേപം ശക്തമായിരുന്നു. ബാബറി മസ്ജിദ് കേസിലെ വിധി ദൈവപ്രേരിതമാണെന്ന പ്രസ്താവനയും തൻ്റെ വസതിയിൽ പൂജ ചെയ്യുന്നതിന് പ്രധാനമന്ത്രിയെ എത്തിച്ചതും വിരമിച്ചതിന് ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ സുപ്രീം കോടതി വിധിയിലെ കണ്ടെത്തലുകൾക്ക് പോലും വിരുദ്ധമായി അയോധ്യയിൽ ക്ഷേത്രം തകർത്തതാണ് ആദ്യ പാപമെന്ന് പറയുകയും ചീഫ് ജസ്റ്റിസിൻ്റെ ഔദ്യോഗിക വസതി സമയത്ത് ഒഴിഞ്ഞു കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം പ്രസംഗത്തിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് അധികാരത്തിലെത്തിയത് ജസ്റ്റിസ് BR ഗവായിയാണ്. അധികാര കേന്ദ്രീകരണത്തിൻ്റെയും ഏകാധിപത്യ പ്രവണതകളുടെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും കാലത്തെ സ്വയം ഒരു അംബേദ്കറായിട്ടാണെന്ന് പരസ്യമായി പ്രസ്താവിക്കുന്ന ദളിത് ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ നിരാശാജനകമായ കാലഘട്ടമായിരുന്നു ജസ്റ്റിസ് ഗവായിയുടേത്. ഭരണകൂട താൽപ്പര്യങ്ങൾ നിലനിൽക്കുന്ന കേസുകളിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇടപെടലുകൾ നടത്തുന്നതിൽ അദ്ദേഹം വിമുഖത പ്രകടിപ്പിച്ചു. പല അടിസ്ഥാന നിയമപ്രശ്നങ്ങളെയും ഭരണനിർവഹണ നടപടിക്രമങ്ങളായി ചുരുക്കി കണ്ടു. പലതും തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു. ഏറ്റവും ഒടുവിൽ പരിസ്ഥിതി നിയമത്തിലെ പിന്നടത്തമായി ചരിത്രം രേഖപ്പെടുത്തുന്ന 2 വിധികളുണ്ടായി. ഒന്ന്, മുൻകാല പ്രാബല്യത്തോടെ പാരിസ്ഥിതിക അനുമതി നൽകുന്ന ഗവൺമെൻറ് വിജ്ഞാപനം റദ്ദ് ചെയ്ത സുപ്രീം കോടതി വിധിയെ തിരുത്തിയ നടപടി. രണ്ടാമത്, അരാവല്ലി മലനിരകളുമായി ബന്ധപ്പെട്ട വിധി. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാരം സംബന്ധിച്ച പ്രസിഡൻഷ്യൽ റഫറൻസ് തീരുമാനവും എക്സിക്യൂട്ടീവിന് കുട പിടിക്കുന്നതായി. ജസ്റ്റിസ് സൂര്യകാന്താണ് പിന്നീടെത്തിയത്. നവംബർ മാസത്തിൽ മാത്രമാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസായി അധികാരമേറ്റെടുക്കുന്നത്. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന കാലത്ത് അദ്ദേഹത്തെ സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്ത കൊളീജിയം നടപടി തന്നെ വിവാദമായിരുന്നതാണ്. അതുകൂടാതെ ഏറ്റവും നിരാശാജനകമായ പ്രതിച്ഛായയുള്ള ഒരു സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് കൈമാറി കിട്ടിയത്. എന്നാൽ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി എന്ന തോന്നലുളവാക്കുന്ന ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അരാവല്ലി മലനിരകളിലെ ഖനനം സംബന്ധിച്ച ജസ്റ്റിസ് ഗവായിയുടെ വിധി മരവിപ്പിച്ചതും BJP നേതാവ് കുൽദീപ് സിംഗ് സെങ്കാറിനെ വെറുതെ വിട്ട ഡൽഹി ഹൈക്കോടതി വിധി റദ്ദു ചെയ്തതും ഈ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സമഗ്രമായി പരിശോധിച്ചാൽ 2025 ചീഫ് ജസ്റ്റിസുമാരുടെ പേരുകൾക്ക് അതീതമായി നിരാശാജനകമായ ഒരു വർഷമായിരുന്നു എന്ന് കാണാം. ഈ വർഷം കോടതിയുടെ ഒരു ദാർശനിക ഗതി എന്തായിരുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 2025 സുപ്രീം കോടതിയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ നിയമവൈജ്ഞാനിക രംഗത്ത് ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ദിശാബോധം നമുക്ക് കാണാൻ കഴിയില്ല. ഭരണകൂട താൽപ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജുഡീഷ്യറിയെയാണ് ദൃശ്യമാകുന്നത്. കീഴ്വഴക്കങ്ങളും പിന്തുടർന്നു പോകുന്ന നടപടിക്രമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ജുഡീഷ്യൽ അച്ചടക്കത്തെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടായതായി കാണാം. കൊളീജിയത്തിൻ്റെയും നിയമനങ്ങളുടെയും സ്ഥലം മാറ്റങ്ങളുടെയും കാര്യത്തിൽ ഐച്ഛികവും ഭരണകൂട താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതുമായ പ്രത്യക്ഷ ചെയ്തികൾ സാധാരണമായി. നമ്മുടെ നീതിന്യായ സംവിധാനം ഒറ്റനോട്ടത്തിൽ ഏകാധിപത്യ പ്രവണതകൾ പ്രദർശിപ്പിക്കുന്നില്ല എങ്കിലും കൂടുതൽ അപകടകരമായ സൂക്ഷ്മദർശനത്തിൽ മാത്രം പ്രകടമാകുന്ന ഒരുതരം നിസ്സംഗത വ്യാപരിക്കുന്നുണ്ട്. പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള വിമുഖത, കോടതിയുടെ നിരീക്ഷണങ്ങളിലും വർത്തമാനങ്ങളിലും പോലും അത് വ്യക്തമാണ്. ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ചും ജ്ഞാനോദയ മൂല്യങ്ങളെക്കുറിച്ചും
ജനാധിപത്യത്തിൻ്റെ വികാസത്തെക്കുറിച്ചും രാഷ്ട്രീയവും സാമൂഹികവുമായ നീതിയെക്കുറിച്ചും വാചാലമാകേണ്ട കോടതി മുറികളിൽ സ്വദേശി വിധിന്യായം പോലുള്ള അപഹാസ്യമായ പരികൽപ്പനകൾ ആഘോഷിക്കപ്പെടുകയാണ്. കേവലമായ ഭരണനിർവഹണ നടപടികൾക്കപ്പുറം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നീതി എന്ന സങ്കല്പത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗമായി നീതിന്യായ സംവിധാനം സ്വയം വീണ്ടെടുക്കേണ്ടതുണ്ട്. ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ പൗരസമൂഹത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകളാണ് കോടതി സ്വീകരിക്കേണ്ടത്, അല്ലാതെ യാന്ത്രികമായ നിഷ്പക്ഷതയല്ല. പൊതുസമൂഹത്തിൽ വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ ജുഡീഷ്യറിയിൽ സുതാര്യത കൊണ്ടുവന്നേ മതിയാകൂ. സാമൂഹികവും രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ വിഷയങ്ങളിൽ ഭരണഘടനാ ധാർമ്മികതയുടെ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ, നീതിയുടെ പക്ഷത്ത് നിൽക്കുവാൻ കോടതിക്ക് കഴിയണം. സാങ്കേതികത്വം കൊണ്ട് നീതിയെ ഞെരുക്കി ഇല്ലാതാക്കുന്ന സമീപനം നിരാകരിക്കുവാൻ തയ്യാറാകണം. ജനാധിപത്യം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കോടതി പാലിക്കുന്ന നിസ്സംഗത കുറ്റകരമാണ്. ഭരണഘടനയ്ക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ല. കോടതിയെയാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുക. ഭരണഘടന ഐച്ഛികമായ അധികാരത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ജനകീയ രേഖയാണെന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുവാൻ 2026 നമ്മുടെ കോടതികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. നന്ദി. പ്രിയമുള്ളവരെ, ജസ്റ്റ് റൈറ്റ്സ് ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, ആലോചനകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പങ്കുവയ്ക്കുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും ചർച്ചകളും വിശകലനങ്ങളും നിലപാടുകളും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെറിയൊരു സാമ്പത്തിക പിന്തുണ ഈ സംരംഭത്തിന് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന് ആവശ്യമായ ലിങ്ക് കമൻറ്റിൽ ചേർത്തിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി.